ഇവിടെ കുറച്ച് ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് കാണാൻ സാധിക്കും. ഈ കൺസിസ്റ്റൻസി ഇല്ലാത്ത ഈ ഫോമാറ്റ്സിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം നോക്കാം. അതിനു വേണ്ടി ടെക്സ്റ്റ് കോളം ഫീച്ചർ യൂസ് ചെയ്യാം. ഡേറ്റ ടാബിലാണ് ടെക്സ്റ്റ് കോളം ഫീച്ചർ നമുക്ക് കാണാൻ സാധിക്കും. സോ ഈ ഫോമാറ്റ് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ഈ റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്തു, ടെക്സ്റ്റ് കോളം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. ഫയൽ ടൈപ്പ് ചൂസ് ചെയ്യാൻ പറയാണ്. ഞാൻ ഡീലിമിറ്റഡ് സെലക്ട് ചെയ്തു. ഡീലിമിറ്റഡ് എപ്പോഴാണ് സെലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റയെ സിംബൽസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഹൈഫൻ ഉണ്ട്, ഡോട്ട് ഉണ്ട്, അങ്ങനെ സിംബൽസ് വെച്ച് സെപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീലിമിറ്റഡ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് ഡേറ്റയെ സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്ക് ഫോമാറ്റിംഗ് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇത് കുറച്ചുകൂടെ ഈസിയർ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ്, ഈസിയർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ ഡീലിമിറ്റഡ് സെലക്ട് ചെയ്തത്. നെക്സ്റ്റ് കൊടുക്കുക. ഈ സ്റ്റെപ്പ് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എഗെയിൻ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ നമുക്ക് ഫോമാറ്റിംഗ് കറക്റ്റ് ചെയ്താൽ മാത്രം മതി, അല്ലാതെ ഡേറ്റയെ നമുക്ക് പല കോളത്തിലായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഇനി കോളം ഡേറ്റ ഫോമാറ്റ്. നമ്മുടെ ഡേറ്റയുടെ ഫോമാറ്റ് ഡേറ്റ് ആണ്. ഡേ, മന്ത്, ഇയറിലാണ് കിടക്കുന്നത്. സോ ആ ഒരു ഫോമാറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഫിനിഷ്. ഇപ്പോൾ ഡേറ്റ് ഫോമാറ്റ് ഇൻകൺസിസ്റ്റൻസീസ് ഒക്കെ മാറി കറക്റ്റ് ഫോമാറ്റിലേക്ക് എത്തിയിട്ടുണ്ട്.